ജീവിതാനുഭവം മക്കളെയും കൂടി പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും മക്കളെ ജീവിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളത് ആണ് നിങ്ങൾ ഇതിലൂടെ. അതെ അതെ, ഞാൻ എങ്ങനെയാണോ വളർന്നിട്ടുള്ളത് ഏകദേശം ഒരു ഭാഗമെങ്കിലും അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. കാരണം ഗൾഫിൽ പഠിപ്പിക്കുന്ന പരിമിതികളുണ്ട്. എന്നാലും ഞാൻ അവർ നിലത്ത് കിടന്നിട്ടും ഇതാക്കിയിട്ടും ചിലപ്പോൾ അങ്ങ് ഇതാക്കിയിട്ടും ഇപ്പോൾ ഡബിൾ കട്ടിൽ വാങ്ങിക്കൊടുത്ത അവർക്ക് പഠിക്കട്ടെ അവര്. ഞാൻ ഇപ്പൊ കുറെ കാലം ഇതിലൊക്കെ കിടന്നിട്ട് വന്ന ആളാണ്. അപ്പൊ കിടന്ന് വളരട്ടെ അവര്, ജീവിക്കട്ടെ വിചാരിച്ചിട്ടാണ്. നമുക്ക് വഹിക്കണത് എന്താണോ അത്. ഇപ്പോൾ വലിയ പൈസക്കാരനാവണോ അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ അതൊന്നുമില്ല. സ്വപ്നങ്ങൾ കുറച്ചാൽ പൈസ ഉണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ അങ്ങനെയാണ് ഇതുള്ളത്. ഇപ്പം ഞാൻ ഇതിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇതിക്ക് വരണത് തന്നെ എൻ്റെ ഈ ഫോണുണ്ടല്ലോ. എൻ്റെ അടുത്തൊരു ചെറിയ ഫോണായിരുന്നു, അതിമ ക്ലിയർ ഇല്ലാഞ്ഞിട്ട് ഇലക്ട്രിക്കലിൻ്റെ വീഡിയോസ് ഇട്ടിട്ട് ക്ലിയർ ഇല്ലാഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു ടീന എന്ന് പറഞ്ഞ ചങ്ക് കൊടുത്തയച്ച ഐഫോണാണിത്. ഇതും എൻ്റെ വൈഫിന് വന്നു ഒരു അതിൻ്റെ ഇതൊക്കെ പിടിക്കണ അതും കുറെ സാധനങ്ങള് അവര് തന്നിട്ടാണ് ഇതിമ വീഡിയോ സ്റ്റാർട്ടിങ് ഞാൻ തുടങ്ങണത് തന്നെ. അമേരിക്കയിൽ നിന്ന് അവർ ഇടയ്ക്ക് വീട്ടിലൊക്കെ വരവുണ്ട് അവര്. അങ്ങനെ ഇതിമേല് അന്ന് 2021 തോന്നുന്നുണ്ട് ഈ ഫസ്റ്റായിട്ട് ഈ ഫോണ് ഈ 13 Pro Max ഇറങ്ങിയ ടൈമിൽ അവർ വാങ്ങി തന്ന. ഞാൻ എവിടെയും പറഞ്ഞിട്ട് ചെയ്യാ, പക്ഷെ അങ്ങനെ എന്റെ സോഷ്യൽ മീഡിയയിൽ പറയലുണ്ട്, അതങ്ങനെ ഇതിരുമ്പോഴൊന്നും പറഞ്ഞിട്ട് ചെയ്യാം. അവര് മേടിച്ചെന്ന ഈ ഫോണായിട്ടാണ് ഞാനും വൈഫും ഇപ്പോൾ അവരെ ഇതും ഇന്റതും അങ്ങനെ കിട്ടിയതാണിത്. ഇതും ഇന്ന് പൊന്നു പോലെ എപ്പോഴും ഇത് സൂക്ഷിച്ച് കൊണ്ടെടുക്കാണ്. കാരണം നമ്മള് അതിന്റെ ഇതേമാതിരി തന്നെയാണ്. എന്റെ ആ ഫോണ് വെള്ളത്തിൽ വീണ് പോയി കേടന്ന്. എന്നിട്ട് ആദ്യത്തെ ഫോണ് അങ്ങനെ ചെറിയ ഫോൺ എടുക്കാൻ, ടോർച്ച് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പൊ കോർഫക്കാരന് എത്തുന്നിടത്ത് ഒരു ചങ്കുണ്ട്, മൊബൈൽ ഷോപ്പുള്ള ഒരു വലിയ മൊബൈൽ ഷോപ്പുകാരനാണ്. ഒരു പേര് കിട്ടണില്ല, നമ്മളൊക്കെ നല്ലതാക്കണം. അവന് 500 ദിർഹംസ് കുറച്ച് തന്നിട്ടാണ് അന്ന് ഈ ഫോണ് ഒരു സെലിബ്രിറ്റി എന്നിട്ടാണ് ഈ ഫോണ് ഇങ്ങനെ എടുക്കണത്. അത് ആൾക്കാർ ഇങ്ങനെ കാണുമ്പോ ഒരു സാംസങ് ഒരു ഐഫോണ് ഇതൊരാൾ തന്നാണ് തന്ന. നിങ്ങൾ ശരിക്കും ഒരു സെലിബ്രിറ്റി ആണ്. ഇന്ന് എന്താ പറയാ, സാധാരണ കേരളത്തിലെ ഉബൈദ് ഇന്ന് UAE ഹമീദ് പുറ്റൂരാണ് ഉറപ്പായിട്ടും. നമ്മളിങ്ങനെ എന്താ പറയാ, നമ്മളെ മുന്നിൽ വരുന്നത് എന്താണോ അതിനെ നോക്കുക, പറ്റാണെങ്കിൽ ചെയ്യാന്ന് പറയാ, നോക്കാന്ന് പറയാ, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയാ. കാരണം നമ്മൾ ഇല്ലാന്ന് പറയാൻ നല്ല രക്ഷയില്ല. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ ഒരു കടലാണ്. ഈ കടലിൽ ഒരുപാട് നല്ല ആളുകളും ഉണ്ട്, യഥാർത്ഥ ആളുകളും ഉണ്ട്, അല്ലാത്ത ആളുകളും ഉണ്ട്. 100 ആളോട് ചോദിച്ച, കാരണം ഇപ്പൊ പണ്ടത്തെ കാലത്ത് പൈസ ചോദിച്ച് നടന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഒരു 350 ഉറുപ്പ്യക്ക് റീചാർജ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കൂടി ചോദിക്കുന്ന കാലായി. അതെ, മാറി ഹൈടെക് പിരിവ്. അതായത് 10 ആളോട് ചോദിച്ചിട്ട് 10 ആള് 100 ഉറുപ്പ്യ കൊടുത്താല് 1000 ഉറുപ്പ്യായി. അത് ചിലപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ചിലപ്പം കിട്ടിയെന്ന് തരും, ചിലപ്പോൾ ഒരു 5 മണിക്കൂർ കൊണ്ട് കിട്ടിയെന്ന് തരും. കാരണം ചോദിക്കണത് 100 അല്ലേ, അതുകൊണ്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ 10 ആളോട് ചോദിച്ചാല് 1000 ആയി, പണിക്ക് പോകണ്ട. അത് ശീലാക്കിയ നല്ലൊരു എന്റർടൈൻമെന്റ്. കാരണം ഇതിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ തോണ്ട നല്ല വീഡിയോസുകൾ, ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോസുകൾ കാണുമ്പോൾ അവരോട് നിൽക്കുക, ഒന്ന് PM പോയിട്ട് ഒന്ന് ചോദിക്കുക, കിട്ടിയാ കിട്ടി, പോയാ പോയി. നിങ്ങളോട് ചോദിക്കുന്ന പോലെ കുറെ ആളുകളോട് ഇഷ്ടംപോലെ ചോദിക്കണവരുണ്ടാവും. അങ്ങനെ നമുക്ക് അനുഭവങ്ങളും ഉണ്ട്. ചോദിച്ചിട്ട് അവര് വീഡിയോ ഇട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വീഡിയോ ഇട്ടതും അവർ കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ പിന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ അതാക്കി ഒരിക്കൽ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും മേടിക്കുന്നതാണ്. കാരണം നമ്മൾ പിന്നെ അത് കാരണം ആരാന്റെ പൈസയാണ് ഇത് ചെലവാക്കാൻ, കടലിൽ വയ്ക്കുകയാണെങ്കിൽ അളന്ന് വയ്ക്കണം എന്നാ. അതുകൊണ്ട് പിന്നെ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ച്, പിന്നെ അവര് സത്യം പറയും. കാരണം ഇത് നാളെ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള, അല്ലെങ്കിൽ അവര് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്തിലെ മെമ്പർ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ അവര് വസളായി. അതെ, തീർച്ചയായും. കാരണം നാളെ ഒരു സീറ്റ് ഉണ്ടാവില്ല പിന്നെ അവിടെ. ഇപ്പോ ഈ ആളുകൾക്ക് നിങ്ങൾ കിട്ടുന്ന സാധനം കൊടുക്കുന്നത് വിലപിടിപ്പുള്ളതും 3000 ദിർഹംസുള്ള ബാഗൊക്കെ ചിലപ്പോ അറബികൾ കൊടുന്നിരുന്ന നമ്മള് അങ്ങനെ തന്നെ കൊടുക്കലുണ്ട്. നിങ്ങൾ അറബികളുടെ ഇടയിൽ ഇപ്പൊ സെലിബ്രിറ്റിയാണ്. കാരണം അവര് നിങ്ങൾ എടുക്കാൻ പോണ്ടെന്നിട്ട് നിങ്ങളെ വീട്ടിലേക്ക് ചിലവരൊക്കെ നമ്മളിപ്പോ വീട്ടിൽ നമുക്ക് ഇങ്ങനെ പരിചയമായവരൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ അവര് വണ്ടിയിൽ ഇവിടെ കൊടുന്നേരും. കാരണം അതൊരു തതൊക്കെയാണ്. ഇപ്പൊ ഈ എടുത്തു വരണമെങ്കിൽ എന്റെ മുദീറൊക്കെ ഈ അറബികള് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരാളോട് ചോദിച്ചിട്ട് കൊണ്ടല്ല അപൂർവമാണ് ഈ കാര്യം. പക്ഷെ എന്റെ മുദീർ അങ്ങനല്ല, നമ്മളെ ചങ്കും ചങ്കടി. ഇപ്പൊ മൂപ്പര് പോയിട്ട് എടുത്തോണ്ടു, മൂപ്പര് കുടുംബത്തിൽ നിന്ന് എടുത്തോണ്ടിട്ട് നമുക്ക് ഇവിടെ വരെ കൊടുന്നു തരും. ചിലപ്പോ മൂപ്പര് വീഡിയോയിലൊന്നും വരാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല. മൂപ്പര് നല്ല ചങ്കായിട്ട് ചിലപ്പോ വീഡിയോ എടുക്കാണ്ടെങ്കിൽ ഡ്യൂട്ടി ചിലപ്പോ 2 മണിക്ക് ഡ്യൂട്ടി ചെയ്യും,
പക്ഷെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പണി ഏൽപ്പിക്കുകയാണെങ്കിൽ അമീദിന് വീഡിയോ എടുക്കുകയാണെങ്കിൽ അമീദ് പോയിക്കോ പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് ആ. ഫ്രീ ഉള്ള ടൈമിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ യു എയിൽ മൊത്തം ഈ സാധനങ്ങൾ യു എന്ന എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ ആ ചോദിക്കാറുണ്ട്. അത് യുഎഇന്ന് മലയാളികൾ കൂടുതൽ ഇങ്ങനെ ഇത് കൊറിയർ അയച്ചു തരും. ആ, ചിലവർ അവരെന്നെ കൊടുക്കണവരുണ്ട്, ചിലവർ നമ്മൾ കൊടുക്കണവരുണ്ട്. ആ. പല പല രൂപത്തിലാണ്. ചിലത് അവിടുന്ന് ഡയറക്റ്റ് പോകും. ഉം. ചിലതൊക്കെ വീഡിയോ ആക്കണം എന്ന് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ആ. അത് വീഡിയോ ആക്കും. ചിലതൊന്നും വീഡിയോ ആക്കാൻ നിൽക്കൂല. കാരണം എല്ലാം തുറന്ന് കാണിക്കുക എന്നുള്ളതല്ല, ആ സംഗതി നടക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് 4 സംഗതി നടക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഇടുക.